മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. അയ്യോ ആകാശ്, ശ്വാസം പോയെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അയ്യോ ആന്റി, വണ്ടി എടുക്കണം. അടവാച്ച ഒരു കാർ എടുക്ക ആകാശ്, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ. അതെ, അറ്റാക്ക് ആണെങ്കിൽ അമ്മ ഹോസ്പിറ്റലിൽ എത്തണമെന്ന് എന്തെങ്കിലും സംഭവിച്ചാലോ? ആദ്യം നെഞ്ചിരിപ്പുണ്ടോ നോക്ക്. അയ്യോ ഇല്ല, നെഞ്ചിരിപ്പില്ല ആകാശേ. അയ്യോ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എടാ ഇടിക്കാടാ. ഞാൻ ഇടിക്കാം. അയ്യോ അതിന്റെ ആവശ്യമില്ല. വേണം വേണം വേണം, ഇല്ലെങ്കിൽ ഹൃദയം നിലച്ചു പോവും. എന്നാ ഇടിക്ക്. അല്ല അഖിലിടിക്കും. CPR കൊടുക്കാനൊക്കെ ആനക്ക് അഖിലെ പഠിപ്പിച്ചിട്ടുണ്ട്. വേണ്ട, ഇടിക്കഖിലെ, എന്റെ അമ്മയെ രക്ഷിക്കടി. ഞാനോ? കൈ ചുരുട്ടി ഇടിക്കടി. ഞാനോ? ഇടിക്ക് മോളെ അങ്ങോട്ടേന്ന്. ഇടിക്കടി അങ്ങോട്ടേന്ന്. ഇടിയടി അങ്ങോട്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല ആകാശം. നോക്കിരിക്ക, ഇടി മോളെ. വേണ്ട വേണ്ട വേണ്ട, വേദന മാറി മാറി. അത് തോന്നല. അറ്റാക്ക് ആയിരിക്കും, ബ്ലോക്ക് ആണോന്നേ. നോക്കിക്കോ, ഇടിക്കടി. എന്നെ തൊട്ടു ആവരുത്. ഇത് അറ്റാക്ക് ഒന്നുമല്ല, ഗ്യാസ് കയറിയതാ. അപ്പൊ കുഴപ്പമൊന്നുമില്ല, എല്ലാരും പൊക്കോ. വാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? ഒരുമാതിരി വെളച്ചിലെടുക്ക കേട്ടോ. ഇതൊന്നും ഇവിടെ വിളയത്തില്ല കേട്ടാ, പറഞ്ഞേക്കാം. എന്തൊരിടിയാ അവൾ ഇടിച്ച്. ദൈവമേ, കലാവധി ഒന്നും കാണാതെ ഒരു പണിക്കിറങ്ങില്ല. അവരെന്തോ ആലോചിച്ചുറപ്പിച്ചിട്ടുണ്ട്. സൂക്ഷിക്കണം. മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട്. ആദ്യം അഖിലെ കാണാൻ പോകുന്നു, സ്വർണം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ചന്ദ്രനങ്ങളെ കണ്ടിട്ട് കാശ് കടം ചോദിക്കുന്നു. മൊത്തത്തിൽ ഒരു കുഴപ്പം തോന്നുന്നില്ലേ? പക്ഷേ എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവാത്തത്. അത്രയ്ക്ക് പൈസയ്ക്ക് ആവശ്യമുള്ള ആള് 4 പവന്റെ മാല വാങ്ങി വെറുതെ കൊടുക്കുവോ? എന്തായിരിക്കും ഇപ്പൊ അവരുടെ ഉദ്ദേശം? കലാവധി ആയതുകൊണ്ടേ എന്തു ആവാം. എന്തായാലും അത് നല്ല ഉദ്ദേശത്തിലല്ല എന്നുള്ള കാര്യം ഉറപ്പാ. സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി അവര് ഏതറ്റം വരെയും പോവാൻ മടിക്കാത്ത സ്ത്രീയാ. ചന്ദ്രൻ നിങ്ങൾ പണം കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൂടി അവരുടെ വാശി ഇരട്ടിച്ച് കാണും. എന്തൊരു കഷ്ടമാണിത്. ഒരു ജന്മത്തെ ചെയ്യാവുന്ന സകല ഉപദ്രവങ്ങളും ചെയ്തു കഴിഞ്ഞതാ അവര്. ആദ്യം അച്ഛനെ ഞങ്ങളിൽ നിന്ന് അകറ്റി, പിന്നെ പഞ്ചരത്നത്തെ നശിപ്പിക്കാനൊക്കെ ചെയ്തു. എന്നെ കള്ളക്കേസി കുടുക്കി. ഇനിയും തീർന്നില്ല അവരുടെ കലി. ചിലരങ്ങനെയാണോ? കാലം എത്ര കഴിഞ്ഞു കഴിഞ്ഞാലും അവരുടെ കലി ഉള്ളിക്കിടന്നിങ്ങനെ പെരുകും. കലാവധി അങ്ങനെ ഒരു ജന്മ. അതുകൊണ്ടാണ് ഞാൻ തന്നോട് ആദ്യം തന്നെ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന്. അല്ല, അഖിലെന്ത് പറയുന്നു? വിളിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ലെന്നാ പറയുന്നേ. അതില് എത്ര സത്യമുണ്ടെന്ന് ഈശ്വരനറിയാം. എത്രയും പെട്ടെന്ന് ആകാശിനൊരു ജോലി റെഡിയായാൽ മതിയായിരുന്നു. ആ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം അവക്കൊരു സമാധാനവും കിട്ടില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് ശരിയാവുമെന്ന് കരുതാം. ജോലിയായ പിന്നെ വീട് വിട്ടു മാറാൻ വലിയ താമസമൊന്നും വേണ്ട. ശരി, ഞാൻ സംസാരിക്കാം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ, സഹായിച്ചേ പറ്റൂ. എനിക്കങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ രാജേന്ദ്രനെ വിളിച്ചത്. ശരി എന്നാ. ആ വർക്ക്ഷോപ്പ് ഇടുന്ന രാജേന്ദ്രനാ. മോളെ കൃഷ്ണന്റെ കാര്യം പറഞ്ഞ അവിടെ ജോലി ഉണ്ടായിരുന്ന ഒരാൾ പോയി. നമ്മുടെ കൃഷ്ണനാവുമ്പോ ആ പണിയൊക്കെ അറിയാലോ. അപ്പോ കൃഷ്ണേട്ടനെ പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിച്ചല്ലേ? വേറെന്തോ ഒരു വഴി. കൃഷ്ണനോട് നന്ദികേട് കാണിക്കുകയാണെന്ന് വേണമെങ്കിൽ തോന്നാം. പക്ഷേ എനിക്കിപ്പോ പ്രധാനം നിന്റെ അഭിമന്യുവിന്റെ കല്യാണം. അത് നടക്കാൻ ഇലയ്ക്കും മുള്ളിലും കേടില്ലാത്തൊരു തീരുമാനം. അങ്ങനെ കരുതിയാൽ മതി. ഞാൻ അഭിയെ കണ്ടിരുന്നു. ആ സ്ത്രീ കാശ് ചോദിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. സൂക്ഷിക്കണമെന്ന് അഭി പറഞ്ഞ്. സൂക്ഷിക്കണമല്ലോ. കലാവധി അങ്ങനെ വെറുതെ ഒരു ആവശ്യം പറയില്ല. അവൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ആ
പൈസ എനിക്ക് കിട്ടാതിരിക്കാൻ അവള് ചെറിയ പണിയൊന്നുമല്ല എടുത്തത്. അവസാനം അത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതും ചോദിച്ചു വന്നിരിക്കുന്നു. കലാവതിയിലെ ആള്, അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. അച്ഛാ, ഞാൻ അഖിലെ ഒന്ന് പോയി കാണട്ടെ. വേറൊന്നുമല്ല, സുഖമായിരിക്കുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും പക്ഷേ എനിക്കെന്തോ അതത്ര വിശ്വാസം പോരാ. കല്യാണം നിശ്ചയിച്ചപ്പോഴും കല്യാണം കഴിഞ്ഞ് അവളെ അവിടെ ആക്കിയപ്പോഴും അംബിക മാമി എന്നോട് പറഞ്ഞതാ, അവളെ സമാധാനത്തോടെ അവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന്. അച്ഛനും മാമി അറിയാലോ, അവര് പറ്റുന്നതൊക്കെ ചെയ്യുകയും ചെയ്യും. നമുക്കൊന്ന് പോയി അന്വേഷിക്കണ്ടേ അച്ഛാ? മോളെ, നമ്മൾ അങ്ങോട്ട് ചെന്ന അംബികയ്ക്ക് പിന്നെ അത് ഇഷ്ടക്കുറവാവില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ആകാശം അഖില ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. നമ്മള് വിരുന്നിന് വിളിക്കാന്നൊരു നാട്ടു നടപ്പില്ലേ, ആ ന്യായം പറഞ്ഞു പോയാലോ? അവളെ നേരിട്ട് കണ്ട് സംസാരിച്ചാലേ പറ്റൂ അച്ഛാ. ഫോണിലൂടെ അവളൊന്നും പറയില്ല. എപ്പോഴും ആരെങ്കിലുമൊക്കെ അടുത്തുണ്ടാവില്ലേ? മോള് പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷേ ആ വീട്ടിലേക്ക് ഞാൻ വരില്ല. വേറൊന്നും കൊണ്ടല്ല, അംബികയുമായി സംസാരിച്ചു കഴിഞ്ഞാൽ അത് വലിയ വഴക്കാവും. അങ്ങനൊരു വഴക്കുണ്ടായ ഈ പറഞ്ഞ അകലേക്കാ അത് കൂടുതൽ പ്രശ്നമാവുക. മോളൊരു കാര്യം ചെയ്യും, അനക്കയില്ലേ, അവിടെയും കൂട്ടി പോ. അത് വേണ്ടച്ച. അനക്കയ്ക്ക് മൂക്കത്താ ദേഷ്യം. എന്തേലും അന്യായം കണ്ട അവളുടെ സ്വഭാവം മാറും. ഞാൻ പോവാം. ഞാൻ ഒറ്റയ്ക്ക് മതി. ഇതാരാ അമർന്ന മോളോ? അംബികേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്ക്. മോള് വരുന്നവരൊന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ, എന്താ പെട്ടെന്ന്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല മാമ. കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും അഖിലെ ആകാശിനെയും വിരുന്നിന് വിളിക്കാൻ പറ്റിയില്ലല്ലോ. ഇനി താമസിപ്പിക്കണ്ടെന്ന് കരുതി. ആഹാ, ചടങ്ങിനെ വിളിക്കാൻ വരുന്ന ഇങ്ങനെയൊക്കെയാണോ? കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണ്ടേ? ഇതെന്താ? കുറച്ച് പലഹാരങ്ങളാ, പഞ്ചരത്നത്തിൽ തന്നെ ഉണ്ടാക്കിയതാ. അയ്യാ, മറുവീട് കാണാൻ വരുമ്പോ അലമാര മുതൽ ആഭരണങ്ങൾ വരെ കൊണ്ടുവരുന്നതാ പതിവ്. ഞാൻ വീട് കാണാൻ വന്നതല്ല, വിരുന്നിന് അവരെ ക്ഷണിക്കാൻ വന്നതാ. മോൾ അകത്തേക്കല്ലേ, അവര് മുറിയിലുണ്ട്. മാമിക്ക് സുഖല്ലേ? പിന്നെ പരമസുഖല്ലേ? അല്ലെങ്കിൽ എനിക്കിവിടെ എന്താ സുഖത്തിന് കുറവ്? മാമ, അയ്യേ, തന്നെ കൊണ്ടുവച്ചാ മതി. എനിക്ക് വേണ്ട ഈ പഞ്ഞ പലഹാരം. എടീ, ഒരാള് വീട്ടിലോട്ട് വരുമ്പോഴേ സ്നേഹത്തോടെ കൊണ്ടുവരുന്ന സാധനം സന്തോഷത്തോടെ വാങ്ങാനും വേണം ഒരു നല്ല മനസ്സ്. ഓ, നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കഷ്ടം. ചേട്ടാ, ആ പ്രതീക്ഷയും പോയി. എന്നാലൊരു മുന്നറിയിപ്പ് ഇല്ലാതെ ജോലി എന്നൊക്കെ പിരിച്ചുവിടുക എന്ന് വെച്ചാ എനിക്കെന്തോ ഒരു സംശയം തോന്നുന്നു. ഇനിയിപ്പോ ആരെങ്കിലും ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ടോ ആകാശേട്ടാ? ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല. ഈ പ്രൈവറ്റ് മാനേജ്മെന്റിൽ പലപ്പോഴും ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് ഒരു കാരണം പറയാൻ അങ്ങ് പിരിച്ചുവിടും. ആ ജോലിക്ക് ആളാവശ്യമില്ലാത്തുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ താല്പര്യമുള്ള ആരെങ്കിലും കിട്ടിക്കാണും. എന്തായാലും നന്നായി. ഇങ്ങനെ മാസശമ്പളത്തിന് ജോലി ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന. ആ ജിമ്മിന്റെ പ്രപ്പോസല് ബാങ്ക് മാനേജർക്ക് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്. നാളെ എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആഹാ, രണ്ടുപേരോട് എന്താ പരിപാടി? അയ്യോ, അമൃതേച്ചി, ചേച്ചി എന്താ ഒന്നും വിളിക്കുകയും ചെയ്യാതെ? നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. എന്തുണ്ട് ആകാശ്, സുഖല്ലേ? സുഖം ചേച്ചി. കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും നിങ്ങളെ വിരുന്ന് വിളിക്കാൻ പറ്റിയില്ലല്ലോ. അച്ഛനാണെങ്കിൽ എന്നും ചോദിക്കും എന്നാ നിങ്ങളങ്ങോട്ട് വരുന്നേന്ന്. ഇനി അത് വെച്ച് താമസിപ്പിക്കണ്ടെന്ന് കരുതി. നാളെ രാവിലെ രണ്ടുപേരും കൂടി അങ്ങോട്ട് വരണം. ഞാൻ റെഡി. അല്ലെങ്കിലും ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ആകെ മടുത്തിരിക്കുക. കഴിക്കുകയാണെങ്കിൽ അത് പഞ്ചരത്നയിലെ ഭക്ഷണം കഴിക്കണം. നാളെ പോകുന്ന എങ്ങനെയാ? നാളെ ബാങ്കിൽ പോണ്ടേ? അത് രാവിലെ പോവാം. 1 മണിക്കൂർ നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പഞ്ചരത്നത്തിൽ പോവാം.
ഇത് ആകാശേട്ടന്റെ കുഴപ്പം. ഒരു കാര്യത്തിനും ഡെഡിക്കേഷൻ ഇല്ല. ബാങ്കിലെ കാര്യം വൈകിയാലോ? ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും തിരക്ക് വന്നാലോ? പഞ്ചരത്നത്തിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും പോവാലോ. എന്തിനാ ഈ ധൃതി? അല്ല, നമ്മളെ വിളിക്കാനല്ലേ അമൃതേശ് ഇതുവരെ വന്നത്? അതിനെന്താ, ചേച്ചിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച പോവാം പഞ്ചരത്നത്തിലേക്ക്. അത്രയും വൈകണോ? ഈ ആകാശേട്ടൻ്റെ ഒരു കാര്യം, എല്ലാ കാര്യത്തിലും ഇങ്ങനെ എടുത്തു ചാടണോ? മോളെ, ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് വന്നേ. ഇപ്പൊ വരാം, വാ. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ മോളെ, എന്താ കാര്യം? ഒരു പ്രശ്നമില്ല ചേച്ചി. ചേച്ചി എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, വിരുന്നിന് വരാൻ ആകാശം റെഡി, തടസ്സം പറയുന്ന നീയാ. ശരിക്കും തിരിച്ചല്ലേ സംഭവിക്കേണ്ടത്? സത്യം പറ, എന്താ പ്രശ്നം? പറയുമോളെ, പഞ്ചരത്നത്തിലേക്ക് വരാൻ നിനക്ക് എന്താ ഒരു മടി? ചേച്ചി, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആകാശേട്ടന് നേരത്തെ ഉണ്ടായിരുന്ന ജോലി പോയ കാര്യം അറിയാലോ. പുതിയ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്ന കാര്യം ആലോചിക്കാൻ ഞങ്ങള്. ഒരു ജിമ്മ് തുടങ്ങണമെന്ന് കുറെ നാളായി പറയുന്നു. പക്ഷേ കുറച്ച് ചെലവുള്ള കാര്യമാണ്. ബാങ്കിൽ നിന്ന് ലോൺ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതും നിങ്ങൾ പഞ്ചരത്നത്തിലേക്ക് വിരുന്നു വരുന്നതായിട്ട് എന്താ ബന്ധം? പുതിയ ബിസിനസ്സിന് ഇവിടെ നിന്ന് ആരും സഹായിച്ചിട്ടില്ല. അച്ഛന്റെ കയ്യിൽ ഒരുപാട് പൈസയും ഇല്ല. അമ്മയുടെയും സുമേഷേട്ടന്റെയും ദിവ്യേച്ചിയുടെയും കയ്യിൽ ഉണ്ടെങ്കിലും 10 പൈസ തരില്ല. അപ്പൊ പിന്നെ ആകാശേട്ടന്റെ കയ്യിലുള്ള കാശ് കൊണ്ട് കാര്യം നടത്തണം. ഞങ്ങളിപ്പോ വിരുന്നു വന്ന കുറെ പൈസ ചെലവാവില്ലേ? എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? സത്യം പറഞ്ഞാ ഇപ്പൊ അതിനുള്ള പൈസ ഇല്ല. നീ ചേച്ചിയോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇത്രയും കാലം ഒരു കുറവും വരുത്താതെ നിന്നെ ഞാൻ വളർത്തിയിട്ട് ഇപ്പൊ ഇങ്ങനെ പ്രയാസം പറയാൻ എനിക്ക് എങ്ങനെ തോന്നി മോളെ? കല്യാണം കഴിഞ്ഞ് പോന്നെന്ന് കരുതി നീ പഞ്ചരത്നത്തിലെ കുട്ടിയല്ലാതാവോ? അതല്ല ചേച്ചി, ഞാനിപ്പോ നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങാതെ വന്നാലും അവിടെ ആരും ഒരു പരാതിയും പറയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അതൊരു നാട്ടുനടപ്പല്ലേ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. അപ്പൊ ഞങ്ങള് വരാം. അതെ, നാട്ടുനടപ്പൊന്നും തെറ്റിക്കണ്ട. വാങ്ങാനുള്ളതൊക്കെ വാങ്ങി വന്നാ മതി. അതിനുള്ള പൈസ ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി മോക്ക് അങ്ങോട്ട് വരാൻ തടസ്സമൊന്നുമില്ലല്ലോ. ചേച്ചി, കല്യാണം കഴിഞ്ഞതോടെ പഞ്ചരത്നത്തിലെ നിന്റെ അവകാശം മുഴുവൻ തീർന്നു എന്നാണോ നീ കരുതിയത്? പഴയ പോലെ 5-1 ഇപ്പോഴും നിന്റെയാ. ഓരോ മാസം കണക്ക് നോക്കി നിന്റെ പങ്ക് കൃത്യമായിട്ട് അയച്ചു തരും. ഈ ചേച്ചി ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനെ നിസ്സാര കാര്യത്തിന് സങ്കടപ്പെടണോ? നല്ല കഥയായി. പൈസയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ചേച്ചി കാണിക്കുന്ന ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്താ തരിക? സ്നേഹത്തിന് പകരം സ്നേഹം, കരുതലിന് പകരം കരുതൽ. അങ്ങനെയല്ലേ വേണ്ടത്? ചെല്, ചേച്ചിക്ക് നല്ലൊരു ചായ എടുത്തോണ്ട് വാ. ചായ ഉണ്ടാക്കാനൊക്കെ എന്റെ മോള് പഠിച്ചോന്ന് ചേച്ചി ഒന്ന് നോക്കട്ടെ. ചെല്ല്. ഹലോ, അഭി എവിടെയാ? ആ ശരി, കാണാം. ഫ്രീ ആകുമ്പോൾ വിളിച്ചാൽ മതി. ശരി, കാര്യമൊക്കെ ഞാൻ കാണുമ്പോൾ പറയാം. അനിയത്തിക്ക് പഞ്ചരത്നത്തിലെ ലാഭത്തിന്റെ പങ്ക് കൊടുക്കാൻ വന്നതാണല്ലേ? പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ലാഭത്തിന്റെ പങ്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണ്ടേ? അല്ലാതെ ലോകത്തുള്ളത് മുഴുവൻ സ്വന്തമായിട്ട് അടക്കിപ്പിടിച്ച് എനിക്ക് ശീലമില്ല. എനിക്ക് പക്ഷെ അതാ ഇഷ്ടം. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് കിട്ടണം. അത് കിട്ടാൻ ഏതറ്റം വരെയും പോകുന്നത് എനിക്കൊരു ലഹരിയ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു പോയ ഒന്നാണ് പഞ്ചരത്നം. അതും എന്റെ കൈ തന്നെ വരും. അതിനെ ആഗ്രഹം എന്നല്ല പറയുന്നത്, അത്യാഗ്രഹം എന്നാ. നമ്മൾ തമ്മിൽ പഞ്ചരത്നത്തിന്റെ പേരിൽ ഒരു കേസ് നടക്കുന്ന കാര്യം അറിയാലോ. കേസ് തീർന്ന് ഞാൻ ജയിച്ച് പഞ്ചരത്നം എന്റേതാകുന്നതിന് മുൻപ് ഊറ്റിയെടുക്കാവുന്നതൊക്കെ ഊറ്റിയെടുത്തോ.
അത് കഴിഞ്ഞ് പെട്ടിയും കിടക്കെടുത്ത് തെരുവിലേക്ക് ഇറങ്ങേണ്ടവരല്ലേ. അതൊക്കെ കണ്ടറിയേണ്ട കാര്യമല്ലേ? കണ്ടു തന്നെ അറിയാം. എന്തായാലും കേസ് നടക്കുന്നതുകൊണ്ട് നീ അത് വിൽക്കുകയോ പണയപ്പെടുത്തുകയോ ഇല്ലെന്ന് എനിക്കറിയാം. ആകെ ചെയ്യാവുന്നത് പരമാവധി ലാഭം ഉണ്ടാക്കി തൽക്കാലം ഒരു സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ളതാ. നീ അത് ചെയ്തോ. അതിനിടയില് കിട്ടുന്നതൊക്കെ അനിയത്തിമാർക്ക് കൊടുത്താലേ നിന്റെ കാര്യം എന്താവും? ദിവ്യേ, എന്റെ അധ്വാനം കൊണ്ട് എന്റെ അനിയത്തിമാര് ജീവിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. അതിനി എത്ര കാലം വേണേലും തുടരാനും എനിക്കൊരു മടിയില്ല. അതിനൊന്നും ഞാൻ കണക്ക് വെച്ചിട്ടുമില്ല. നിനക്കത് മനസ്സിലാവില്ല. കാരണം എന്റെ മനസ്സിലുള്ളത് സ്നേഹവും നിന്റെ മനസ്സിലുള്ളത് ആർത്തിയുമാ. അത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ അഖില ചായ എടുത്തിട്ടുണ്ടാവും. അത് കുടിച്ചിട്ട് ബാക്കി പറഞ്ഞാ മതിയോ? പൊയ്ക്കോ. കഴിഞ്ഞ കുറച്ച് നാളായി പഞ്ചരത്നത്തിൽ സംഭവിക്കുന്നത് എന്താന്ന് മനസ്സിലാവുന്നില്ല. വിചാരിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു. എടോ, ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ, നല്ല തിരക്കായിരുന്നു. യാത്രകള് എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു വന്നാലോന്നൊരു ആലോചിച്ചതാ. പക്ഷേ കമ്മിറ്റ്മെന്റ്സ്. എനിക്കറിയാം വിവേക് ജോലി തീർത്ത് തിരിച്ചു വരുന്നതുകൊണ്ട് പരിഹരിക്കാവുന്നൊന്നും അല്ല സംഭവിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്ക്. 3 പേരുടെ കല്യാണം ഒരുമിച്ച് നിശ്ചയിക്കുന്നു. അതിലൊരാളുടെ കല്യാണം മുടങ്ങുന്നു. മറ്റൊരാളുടെ കല്യാണം നിശ്ചയിച്ചതിൽ നേരത്തെ നടത്തേണ്ടി വരുന്നു. ബാക്കിയുള്ളത് ഞാൻ. വിചിത്രമല്ലേ? അഖില സന്തോഷായിരിക്കുന്നോ? നല്ല കാര്യമായി. അംബികമാമിയും ദിവ്യപ്രഭയുള്ള വീട്ടില് സന്തോഷമായിട്ടിരിക്കാനോ? പക്ഷേ അവള് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, സന്തോഷമാണെന്ന് കാണിക്കാൻ. എത്ര നാള് അറിയില്ല. അല്ല, വിവേക് വീട്ടിലേക്ക് വരാത്ത എന്താ? വരാം. എന്തായാലും ആകാശോഹിലെയും വിരുന്ന് വരുന്നുണ്ടല്ലോ, അപ്പോ ഞാനും വരാം. എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് കുറെ നാളായില്ലേ. ഒന്ന് കൂടുന്നൊക്കെ സന്തോഷാ. പക്ഷേ താനിങ്ങനെ നെഗറ്റീവ് ആവല്ലേ. എല്ലാം എവിടെയെങ്കിലും വെച്ച് ശരിയായാലേ പറ്റൂ. ശരിയാവും. അഭിയേട്ടൻ എന്തു പറയുന്നു? എന്തു പറയാൻ, കൃഷ്ണേട്ടൻ വീട്ടിലുള്ളതാ അഭിയേട്ടന്റെ പ്രശ്നം. അത് ഇത്രയും നാള് അമൃതേച്ചിയും അഭിയേട്ടനും ഒളിച്ചു വെച്ചു. ഇപ്പോ കൃഷ്ണേട്ടന് ഒരു ജോലി കണ്ടുപിടിക്കാൻ എല്ലാരും നോക്കുന്നുണ്ട്. അത് നടന്നാ അഭിയേട്ടന് പ്രശ്നവും തീരും, അവരുടെ കല്യാണവും നടക്കും. നടക്കണം. ഒരുമിച്ച് തീരുമാനിച്ച കല്യാണങ്ങളില് 2 ഒരുമിച്ച് നടക്കുമല്ലോ. അത്രയും സന്തോഷം. ഞാൻ പഞ്ചരത്നത്തിലേക്ക് വരാം. എല്ലാം കലങ്ങി തെളിയുന്നു മനസ്സ് പറയുന്നു. എന്തുപറ്റി? അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്താണെങ്കിലും കാര്യം പറയും. ഞാൻ ഇതുവരെ അഭിയോട് ആവശ്യപ്പെടാത്തൊരു കാര്യ ചോദിക്കാൻ പോന്നെ. നിവൃത്തിയേടുകൊണ്ടാ, വേറൊന്നും വിചാരിക്കരുത്. താൻ കാര്യം പറ. അഖിലെ ആകാശം വിരുന്നിന് വരുന്നുണ്ട്. അവർക്ക് ഒരു കുറവുണ്ടാവരുത്. ഡ്രസ്സ് എടുക്കണം. പിന്നെ ആകാശിന് 2 പവന്റെങ്കിലും ഒരു ചെയിൻ വാങ്ങിക്കൊടുക്കണം. പക്ഷേ എന്റെ കയ്യിൽ കാശ് തികയില്ല. എത്ര രൂപ വേണം? എനിക്ക് കാശൊന്നും വേണ്ട. പിന്നെ അഭിക്ക് പരിചയമുള്ള ജ്വല്ലറിന്ന് 1 മാസത്തെ ക്രെഡിറ്റിന് ഗോൾഡ് എടുത്ത് തരണം. മുഴുവൻ തുകയ്ക്ക് വേണ്ട, ഒരു 50,000. എനിക്ക് പരിചയമുള്ള ജ്വല്ലറി വലിയ സെലക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോ അവിടെ ചെന്നിട്ട് അവിടെ കാണുന്ന അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു ജ്വല്ലറി പോകേണ്ടി വരില്ലേ? അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അത്രയ്ക്ക് ഞാൻ ആലോചിച്ചില്ല. ഇനി എന്ത് ചെയ്യും? ഇത് കയ്യിൽ വെച്ചോ, ആവശ്യം വന്നാൽ എടുക്കാം. അയ്യോ, അതൊന്നും വേണ്ട. അഭിക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളതല്ലേ. അതൊന്നും നോക്കണ്ട. തന്റെ ആവശ്യങ്ങള് എന്നെ കൂടെ ആവശ്യമല്ലേ? 1 മാസത്തിനകത്ത് ജ്വല്ലറിയിൽ തിരിച്ചു കൊടുക്കാന്നല്ലേ പറഞ്ഞത്? അതെനിക്ക് തന്നോ, പിന്നെന്താ കുഴപ്പം? വാങ്ങിച്ചോ. ഞാൻ തിരിച്ചു തരൂട്ടോ.
ഓ ആയിക്കോട്ടെ. എന്റെ ആവശ്യങ്ങൾക്കെല്ലാം എപ്പോഴും അഭയ എന്റെ ബലം. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.